വാ 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 വാ. വാ 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 വാ. അയ്യോ കോഴി പുല്ലൊക്കെയാണ് തരുന്നത്. വാ 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 വാ. അപ്പോൾ നമ്മളിന്ന് ടർക്കി കോഴി ഗ്രില്ലഡാണ്. ശരിക്കും പറഞ്ഞാൽ ടർക്കി കോഴിയുടെ ഇറച്ചി ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഒരു കോഴിയാണ് ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഒരു 5 കിലോളം ഉണ്ട് ഈ കോഴിക്ക്. അപ്പോൾ ഇതിൻ്റെ തൂവലൊക്കെ ഒന്ന് വലിച്ചെടുത്തിട്ട് നമുക്ക് ഇതിനെ റെഡിയാക്കി എടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ചുടുവെള്ളത്തിലിട്ട് നമുക്ക് ഇതിൻ്റെ തൂവലെടുക്കാം. നമ്മളിതിന് ഒരു കോഴിയിലുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചുടുവെള്ളം കാച്ചാന്നില്ല. ക്ഷമയോടെ പതുക്കെ വലിച്ചാൽ ഇതൊക്കെ പതുക്കെ വരും. ഈ തൊലി കളയാൻ പാടില്ല. തൊലി കളഞ്ഞാൽ ആ ഗ്രില്ലിനൊരു ശരിക്കും പറഞ്ഞ ഒരു ടേസ്റ്റ് ഉണ്ടായില്ല. അപ്പോൾ നമുക്ക് തൂവൽ വലിച്ചെടുത്തിട്ട് റെഡിയാക്കാം. ഇനി നമുക്കിതിനൊന്ന് കഴുകിയെടുക്കാം. നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കും. പിന്നെ അകത്തൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കും. നല്ലവണ്ണം ഉള്ളൊക്കെ കഴുകിയെടുക്കണം. ഒഴിക്കും മുകളിൽ കൂടെ ഒഴിക്കും. സുന്ദരനായി. ഇനി നമുക്കിവിടെ മസാല തേക്കാം. മസാലയൊന്നുമില്ല, കുറഞ്ഞ മസാലകളേ ഉള്ളൂ. ഇത് ബട്ടറാണ്. കുറച്ച് ബട്ടറാണ് നമ്മൾ ഇതിൽ തേക്കാൻ വേണ്ടി പോകുന്നത്. ഇത് ഒരുപാട് മസാല ചേർത്തതിന് ഒരു ശരിക്കും ടേസ്റ്റ് ഉണ്ടായില്ല. ഇതിൽ നമ്മൾ വരയൊന്നും ഇടില്ല. ഇതൊരു പ്രത്യേക തരത്തിലാണ് നമ്മൾ ഗ്രിൽ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ അകത്തൊക്കെ ലേശം ബട്ടറാക്കി വിടാം. അത് ഉള്ളിൽ കൂടെ ഇങ്ങനെ ഉരുകി ഇറങ്ങിക്കോളും. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ സാൾട്ടഡ് ബട്ടറാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് ഉപ്പ് നമുക്ക് അധികം വേണമെന്നില്ല. എങ്കിലും ഉപ്പ് കുറച്ച് കയറിയിരുന്നത് നല്ല തന്നെ. ഇനി കുറച്ച് പെപ്പർ, കുരുമുളക് പൊടി. അത് അധികം ഇടുന്നില്ല. നമ്മൾ ഗ്രിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ കറുത്ത് പോകാനുള്ള സാധ്യതയുണ്ട്. ഈ 3 സാധനങ്ങളാണ് ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നത്. പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കണം. നമുക്കിതൊന്ന് തേച്ച് പിടിപ്പിക്കാൻ വേണം. കുരുമുളക്, ഉപ്പും പെപ്പറൊക്കെ കൂടി ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ബട്ടറും എല്ലാം കൂടി മിക്സാണ്. നമുക്ക് ഇതിനകത്ത് കൂടി കൊണ്ടുവരാം. നമുക്ക് ഒന്ന് കെട്ടി നിർത്തണം, അല്ലെങ്കിൽ ഇപ്പം നിൽക്കില്ല. നമുക്ക് ഇവിടെ ഒരു കെട്ടും കൂടി കെട്ടിയാൽ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. ഈ കൈ ഇളകാതെ മതി. ഇനി നമുക്കിതിൻ്റെ ഗ്രില്ല് ചെയ്യാനുള്ള സംവിധാനം റെഡിയാക്കാം. നമ്മൾ ഗ്രില്ല് ചെയ്യാനുള്ള അടുപ്പാണത്. ഇതിനകത്താണ് നമ്മൾ കരി ഇടുന്നത്. അപ്പോൾ കരിൻ്റെ ചൂട് വെളിയിൽ പോകാണ്ടിരിക്കാനാണ് കല്ലിങ്ങനെ ചുറ്റും അടുക്കി വയ്ക്കുന്നത്. ഒരു 4 കുറ്റി അടിക്കണം ഇവിടെ. നമുക്ക് ചിക്കൻ നിർത്താൻ. ഇത് ഒരു കെട്ടുകമ്പി ഉപയോഗിച്ച് നല്ല ബലത്തിൽ കെട്ടിക്കൊടുക്കണം. ഇതിലാണ് നമ്മൾ കോഴിനെ കറക്കണം. ഇത് നമുക്ക് കുറച്ച് കരി കൊട്ടി ഇതൊന്ന് കത്തിച്ചെടുക്കാം, കനലാക്കി എടുക്കാം. കരി ഒന്ന് കത്തിച്ച് വിടാം. കുറച്ച് ചിരട്ടയൊക്കെ പെട്ടെന്ന് പിടിക്കും. ഓക്കെ, പിടിക്കട്ടെ. ഒരു 5 മിനിറ്റ് കൊണ്ട് തീ കനലാവും.
നമുക്കിനി കോഴി വെച്ച് കൊടുക്കാം. ടർക്കിന് ഇതിൽ വെച്ച് കൊടുത്താൽ ചൂടാകട്ടെ. ആദ്യം ഒന്ന് ചൂടാകട്ടെ നല്ലപോലെ. ഇനിയിപ്പോൾ അതൊക്കെ ഇങ്ങനെ തിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തിരിച്ചില്ലെങ്കിൽ ഒരു സൈഡ് മാത്രം കറുക്കും. നല്ല ചൂടാണ് കനൽ. അല്ല ബട്ടറൊക്കെ ഉരുകി ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയൊരു മസാലയും കൂടെ തേച്ച് കൊടുക്കാം. ഇത് പഴുത്ത മുളകും അതുപോലെ ഇച്ചിരി ഓയിലും ഇച്ചിരി ഉപ്പും വെളുത്തുള്ളി ഇട്ട് പേസ്റ്റാക്കിയതാണ്. കോഴിയുടെ കളറൊക്കെ മാറി വരുന്നുണ്ട്. വെന്തുകൊണ്ടിരിക്കുകയാണ് സാധനം. ഇത് 1 മണിക്കൂറായി. ഇപ്പോൾ പതുക്കെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം കൂടി കറക്കാം. സംഗതി നല്ലോണം വേകട്ടെ ഉള്ളൊക്കെ. നമ്മുടെ കോഴി വെന്ത് ഏകദേശം നല്ല അടിപൊളിയായിട്ട്. ഇനി ഇരുന്നത് കരിഞ്ഞു പോകും. നമ്മുടെ സംഗതി റെഡി ആയിട്ടുണ്ട്. നമുക്കിന് എടുക്കാം. നമുക്കിനി ഇതിനെ അഴിച്ചുവിടാം. കമ്പിയൊക്കെ അഴിച്ചുവിടാം. നമ്മൾ ഇത്തിരി കൂടി സ്ട്രോങ് ആയി കെട്ടിയതാണ്. കാരണം ഇത് ചൂടാകെ ഇങ്ങനെ ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. കൂലിനെ ഉരുയെടുക്കാം. നമ്മുടെ ടർക്കിയൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ കാല് അടത്തിയെടുക്കാം. സോ എന്താ ഒരു 1.5-2 മണിക്കൂർ ഞങ്ങളിതിനെ ഗ്രിൽ ചെയ്തു. നല്ല സൂപ്പറായിട്ട്. സോ എന്നാ നീ വലിയ കാര്യം വെച്ചെന്നോ. ഇതിൽ ഞാനിങ്ങനെ നമുക്ക് ഇറച്ചിയൊക്കെ ഗ്രില്ലടിച്ചിട്ട് ഇങ്ങനെ വേഗം പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഇതിപ്പോൾ ഒന്നായി നമുക്ക് തുരുകാൻ പറ്റില്ല. നമുക്ക് ഇതൊരു സ്പെഷ്യൽ ചട്നിയാണത്. അങ്ങനെ പൊളി സംഭവം. അങ്ങനെ മസാല ഒന്നും കൂടുതൽ ചേർത്തില്ലല്ലോ. കുറച്ച് സാധനം മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതിനുവേണ്ടി നമ്മളൊരു ചട്നിയിലേക്കാണ്. മുളക് ചട്നി. കാല പൂ പോലെ വന്നിട്ടാ. ഇതൊരു എല്ലാണത്. ഇതൊരു ചെറിയൊരു എല്ലാണത്. ടർക്കിക്ക് ഇങ്ങനെ ഒരു എല്ലുണ്ടാകണം. ഇത്തിരി നാരങ്ങ പിഴിയാം. ഇതിൻ്റെ ഇത് ഇങ്ങനെ സോ നല്ല പഞ്ഞു പോലെ ആയി സാധനം. ഇവിടെ നല്ല ക്രിസ്പി ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ ഭാഗമൊക്കെ. ഇത് കുറേ നേരം ചൂട് തട്ടിയല്ലേ. ഈ ഭാഗമൊക്കെ ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ സാധനം കഴിച്ചിട്ടുണ്ടോ? വെറും മസാല ഇല്ലാണ്ട്. സംഭവം ഇറച്ചിൻ്റെ ടേസ്റ്റ് വേറെ അറിയുന്നുണ്ട് അല്ലേ. നമ്മൾ സാധാരണ മസാലയൊക്കെ ഇങ്ങനെ പെരഞ്ഞിട്ടാണ് സാധാരണ ഗ്രിൽ ചെയ്യാം. പക്ഷെ അത് ഇറച്ചിൻ്റെ ടേസ്റ്റ് വേറെ. നമ്മൾ വേറെ എന്തെങ്കിലും ചട്നി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് ടേസ്റ്റ് വേറെ. നല്ല രസമാണത്. സ്കിന്ന് ഇത് ടൊമാറ്റോ സോസാണ്.
നമുക്കിത് മാറ്റി വയ്ക്കാം. ഇത് മതി നമുക്കല്ലേ, ശരിക്കും ഒരു കാലിൽ തന്നെ ഉണ്ട് ഇറച്ചി. അപ്പോൾ 5 കിലോയുടെ ടർക്കിയാണിത്. അപ്പോൾ കുറേ ഇറച്ചിയുണ്ട് ഇതിനകത്ത്. ചെറിയ ചെറിയ പീസാക്കി നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാം. സംഗതി എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി സംഭവം, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എന്താ പറയുക, ഈ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ തുടർന്നും ഇതിലും നല്ല വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പണിയുണ്ട്. ഞങ്ങൾ എടുത്ത് 2 കാല് കഴിച്ചിട്ട് ഇതിന് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി വീഡിയോ മറ്റു വീണ്ടും കാണാം. ബൈ.